നമസ്കാരം. സജീവാണ്, പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കോക്കനട്ട് ഓയിൽ മില്ലേഴ്സ്. അറിയാലോ ഇപ്പോഴത്തെ കൊപ്രയുടെ ഷോർട്ടേജ് ഒക്കെ. ഇതിനിടയ്ക്ക് വളരെ തെറ്റായ ഒരു പ്രവണത വന്നു കാണുന്നു. ഈ തെറ്റായ പ്രവണത മുമ്പ് തന്നെ കേരളത്തിലെ കൊപ്ര കച്ചവടക്കാർ തുടങ്ങി വെച്ചതാണ്. അതായത് കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്ത് നിന്ന് കൊപ്ര വാങ്ങുമ്പോൾ അവർ പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്യില്ല. പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്യാതെ മുഴുവൻ ഉണങ്ങാതെ ഫുൾ ഡ്രൈ കൊപ്ര എന്ന് പറഞ്ഞിട്ട് ഒരു 3 കിലോ 4 കിലോ ഒക്കെ ഗാട്ടിയുള്ള കൊപ്ര കയറ്റിവിടും. അവസാനം ഇവിടെ വന്ന് ഒച്ചപ്പാടായി തല്ലി പിടിച്ച് കഴിയുമ്പോൾ അവരൊരു 1.5 കിലോ ഒക്കെ ഗാട്ടി തന്നിട്ട് 2 കിലോ പച്ചവെള്ളത്തിൻ്റെ കാശ് മേടിക്കും. അതേ പരിപാടി തന്നെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കൊപ്രയിലും അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരും ഫുൾ ഡ്രൈ കൊപ്ര എന്ന് പറയും, അല്ലെങ്കിൽ 1% കൊപ്ര എന്ന് പറയും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതിൽ 5 കിലോ 6 കിലോ ഒക്കെ ആയിരിക്കും വെള്ളം വരുന്നത്. അതായത് നമ്മളെന്തിനാ പച്ചവെള്ളത്തിന് കാശ് കൊടുക്കുന്നത്? നമ്മൾ കൊപ്രയല്ലേ വാങ്ങിയത്. ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് വേണ്ടെങ്കിൽ വേണ്ട, ക്യാൻസൽ ചെയ്തോ, അല്ലെങ്കിൽ ലോഡ് റിട്ടേൺ ആക്കിക്കോ. നമ്മൾ കൊപ്ര വാങ്ങുന്നത് ലോഡ് റിട്ടേൺ ആക്കാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ അല്ലല്ലോ. കച്ചവടം ചെയ്യണത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യണത്. അപ്പോൾ നമ്മൾ എപ്പോഴും കച്ചവടം ചെയ്യുമ്പോൾ, ഇപ്പം നിലവിൽ ഇത്ര നാൾ കച്ചവടം ചെയ്തതൊക്കെ പോട്ടെ, നാളെ മുതൽ കച്ചവടം ചെയ്യുമ്പോൾ ഫുൾ ഡ്രൈ കൊപ്രം വേണം, എനിക്ക് ഫുൾ ഡ്രൈ കൊപ്രം മതി എന്ന് തീർത്ത് പറയാം. ഇനി അഥവാ അവർ പറയാണ് 1% കണ്ടീഷനാണ്, 2% കണ്ടീഷനാണ്, ആയിക്കോട്ടെ, അത് 2% ആയിരിക്കണം, അതിന് മേളിൽ വരരുത്. അതിന് മേളിലുള്ള കൊപ്രകൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന ടേംസിൽ പെടാത്ത കൊപ്രകൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഫുൾ ഡ്രൈ കൊപ്ര എന്ന് പറഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്ക് തീർന്ന കൊപ്രയ്ക്ക് 5.5 മുതൽ 6% വരെ ആയിരിക്കും മോയ്സ്ചർ ഉള്ളത്. ആ ഒരു കണ്ടീഷനുള്ള കൊപ്രയ്ക്കാണ് നമ്മൾ വില പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ടേംസ് വിട്ടിട്ടുള്ള കൊപ്ര വരുമ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും ലോഡ് കംപ്ലീറ്റ് ആയിട്ട് മടക്കരുത്. അതിന് പകരം നമ്മൾ ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ 2 ലക്ഷം രൂപയുടെ കൊപ്രയെങ്കിലും നമ്മൾ ഇറക്കി വയ്ക്കുക. ഒരു 15 ചാക്ക് 20 ചാക്ക് കൊപ്ര ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് പറയാം കൊപ്ര കൊണ്ടുവെക്കും, ബാക്കി കൊണ്ടുവെക്കും. ഈ ഇറക്കി വെച്ച കൊപ്രയുടെ കാശ് നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കണ്ടീഷനുള്ള കൊപ്ര പ്രോപ്പറായിട്ട് ഇവിടെ എത്തിക്ക്, ഞാൻ കാശ് തരാം. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനുള്ള കൊപ്ര എത്തിക്ക്, ഈ കാശ് തന്നേക്കാം. അപ്പോൾ അവർ പതുക്കെ ഒന്നിലെ ഗാട്ടി തരാമെന്ന് പറയും. അല്ലാതെ വേറെ മാർഗമില്ല അവർക്ക്. ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ പച്ചവെള്ളത്തിൻ്റെ കാശ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. മില്ലുകളൊക്കെ വലിയ താമസമില്ലാതെ പൂട്ടേണ്ടി വരും. ഇപ്പം തന്നെ നഷ്ടത്തിലായി തുടങ്ങി, ലാഭമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ലോഡ് കൊപ്ര വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ടേംസിലല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപയുടെ കൊപ്ര ഇറക്കി വയ്ക്കുക. നിങ്ങൾക്ക് കൊപ്രയുടെ കാശ് വേണോ, നിങ്ങൾ നല്ല കൊപ്ര കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഈ കാശ് തരില്ല എന്ന് എല്ലാവരും പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ തെറ്റായ പ്രവണത അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പരിപാടി നമുക്ക് നിർത്തിച്ചെടുക്കണം. ഈ ഒരു പരിപാടി തുടരാൻ പറ്റില്ല. കൊപ്രയിലുള്ള ഈ വെള്ളം ഉള്ള കൊപ്ര കൊണ്ടിട്ട് നമ്മൾ പച്ചവെള്ളത്തിന് കാശ് കൊടുക്കുന്ന പരിപാടി നമുക്ക് നിർത്തിക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.